വിയറ്റ്നാമിലെ ദാനാങ് എന്ന മനോഹരമായ സിറ്റി ടൂറിൻ്റെ ഭാഗമായി ബാണ ഹിൽസും സൺവേൾഡും കേബിൾ കാർ യാത്രയും ഗോൾഡൻ ബ്രിഡ്ജ് യാത്രയും മനോഹരമായ കാഴ്ചകളുമൊക്കെ കണ്ട് ഇപ്പോൾ നാം ഹോയി ആൻ എന്ന പുരാതന നഗരം കാണാനായി യാത്രാ സംഘത്തിലെ മറ്റംഗങ്ങളോടൊപ്പം ഹോയി ആൻ എന്ന നഗരത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. പുരാതന കാലം മുതലേ വളരെയേറെ പ്രശസ്തി ആർജിച്ച ഒരു ചെറിയ തുറമുഖ നഗരമാണ് ഹോയി ആൻ എന്ന് പറയുന്നത്. 1999 ഇത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി രജിസ്റ്റർ ചെയ്യപ്പെടുകയും അതിനുശേഷം ധാരാളം ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് ആകർഷിക്കുകയും ചെയ്യുന്ന മനോഹരമായ ഒരു പുരാതന നഗരമാണ് ഈ ഹോയി ആൻ എന്ന് പറയുന്ന ഈ പുരാതന നഗരം. ഒരു വശത്ത് ഫ്രഞ്ച് കോളനിയും മറ്റൊരു വശത്ത് ജപ്പാൻ അധിനിവേശനത്തിൻ്റെ മാർക്കുകളും, വേറൊരു വശത്ത് ചൈന ടൗണും മറ്റൊരു ജാപ്പനീസ് ബ്രിഡ്ജും, ഇങ്ങനെ പല ദേശങ്ങളുടെയും പല സംസ്കാരങ്ങളുടെയും ഒരു ആകെത്തുകയാണ് ഈ കൊച്ചു മനോഹര നഗരം. നദിയുടെ കരയിൽ സ്ഥാപിതമായി എന്നതുകൊണ്ട് തന്നെ പുരാതന കാലം മുതലേ ഒരു തുറമുഖത്തിൻ്റേതായ എല്ലാ ആനുകൂല്യങ്ങളും ഈ കൊച്ചു നഗരത്തിന് ലഭിച്ചിരുന്നു. പല പല രാജ്യങ്ങളും പല പല ദേശക്കാരും പല പല സംസ്കാരങ്ങളിൽ നിന്നും ഉള്ളവരും എല്ലാം ഇവിടെ അധിവസിച്ചതിൻ്റെ വളരെ വ്യക്തമായ അടയാളങ്ങളാണ് നമുക്ക് ഈ നഗരത്തിൽ കാണാൻ സാധിക്കുക. ഇപ്പോൾ ഇത് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായതുകൊണ്ട് തന്നെ നദീകരയിലുള്ള ഈ റോഡിന് ഇരുവശങ്ങളിലായും ഉള്ള എല്ലാ ഒട്ടുമിക്ക കെട്ടിടങ്ങളും ടൂറിസ്റ്റുകളെ ആകർഷിക്കാനുള്ള വസ്തുക്കൾ പ്രദർശിപ്പിക്കുന്നതും വിൽക്കുന്നതുമായ കടകളായി രൂപാന്തരീകരണം വന്നിരിക്കുകയാണ്. ടൂറിസ്റ്റുകൾക്ക് ആവശ്യമായ സോവനീറുകളും തുണിത്തരങ്ങളും മറ്റ് അനേകം വസ്തുക്കളും വിൽക്കുന്ന ധാരാളം കടകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. റെസ്റ്റോറൻറ്റുകളും കഫേകളും മറ്റ് ആഹാര പദാർത്ഥങ്ങൾ വിൽക്കുന്ന ധാരാളം കടകളും ബാറുകളും ഒക്കെ ഇവിടെ യഥേഷ്ടം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എങ്ങും വളരെയേറെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾക്ക് ആവശ്യമായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ ഒരുക്കി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നാം കടന്നു പോകുന്നത് ഇവിടുത്തെ പുരാതനമായ ജാപ്പനീസ് ബ്രിഡ്ജാണ്. ഈ ജാപ്പനീസ് ബ്രിഡ്ജ് വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നുകൂടിയാണ്. വിവിധ സംസ്കാരത്തിൽ നിന്നുള്ള ജനങ്ങൾ ഇവിടെ പാർത്തതിൻ്റെയും കാലാകാലങ്ങളോടും ഇവിടെ ബിസിനസ് നടത്തിയതിൻ്റെയും മറ്റു രാജ്യങ്ങളുമായി വാണിജ്യം ചെയ്തതിൻ്റെയും ഒക്കെ ഓർമ്മകളാണ് ഇവിടെയുള്ള ഓരോ ബ്രിഡ്ജായാലും അതുപോലെ തന്നെ ഇവിടെയുള്ള ബിൽഡിംഗ് ആയാലും നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. പണ്ടുകാലത്ത് ഡച്ചുകാരും ചൈനക്കാരും ഫ്രാൻസിലെ വർത്തകരും ജപ്പാൻകാരും അങ്ങനെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വർത്തകരും എല്ലാം ഒത്തുചേർന്നിരുന്നതും വാണിജ്യവും ഒക്കെ നടത്തിയിരുന്ന ഒരു പ്രശസ്തമായ വാണിജ്യ തുറമുഖം കൂടിയാണ് ഈ ഹോയി ആൻ എന്ന് പറയുന്ന സിറ്റി. ഇവിടെയുള്ള നിർമ്മിതികളിൽ ഒട്ടുമിക്കതും BC 1-ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ടേക്ക് അത്ര പഴക്കമുള്ള ബിൽഡിങ്ങുകളും സ്ട്രക്ചറുകളുമാണ്. സിംഗിൾ സ്റ്റോറി ബിൽഡിങ്ങുകളും ഇരുനില കെട്ടിടങ്ങളും മരങ്ങൾ കൊണ്ട് നിർമ്മിച്ച കെട്ടിടങ്ങളും അതുപോലെ തന്നെ ചുടുകട്ടയും ചുണ്ണാമ്പും കൊണ്ട് നിർമ്മിച്ച അനേകം സ്ട്രക്ചറുകളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ നാം ഇതിലൂടെ നടന്ന് ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളും കണ്ട് ഓരോ കാഴ്ചകളും
നമ്മെ വിസ്മയിപ്പിക്കുന്നതായതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ മനസ്സ് നിറഞ്ഞ് ഈ ഒഴുകി നടക്കുന്ന ടൂറിസ്റ്റുകളുടെ മധ്യത്തിലൂടെ നടന്ന് ഇവിടെയുള്ള മനോഹര കാഴ്ചകൾ കണ്ട് നാം ഇപ്പോൾ എത്തിച്ചേരുന്നത് ഇവിടെയുള്ള ഒരു മനോഹരമായ ബുദ്ധ പഗോഡയിലേക്കാണ്. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഈ ബുദ്ധ പഗോഡയും ഒരു മനോഹരമായ നിർമ്മിതിയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. എങ്ങും അതിമനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഗാർഡനുകളും ആ ഗാർഡനുകളിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന സസ്യങ്ങളും അതിലുപരി ഇവിടെ വളർന്ന് കുറുകി നിൽക്കുന്ന ബോൺസായി ചെടികളും ഒക്കെ നമ്മുടെ ശ്രദ്ധയെ ഏറെ ആകർഷിക്കുന്നതാണ്. അങ്ങനെ ഈ പഗോഡയുടെ മുമ്പിൽ എത്തിയ നമ്മെ ടൂറിസ്റ്റ് ഗൈഡ് ഇവിടെ നിർത്തി ഈ പഗോഡയുടെയും ഈ നഗരത്തിൻ്റെയും അതുപോലുള്ള ഇവിടെയുള്ള പ്രധാന കാഴ്ചകളുടെയും ഒക്കെ വളരെ വിസ്തരിച്ചുള്ള ഒരു വിവരണം തരികയാണ്. കാരണം നൂറ്റാണ്ടുകളുടെ പഴക്കമാണ് ഈ നഗരത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ വിവിധ സംസ്കാരങ്ങൾ ഇവിടെ ജീവിച്ചതിൻ്റെയും കച്ചവടം നടത്തിയതിൻ്റെയും വിവിധ രാജ്യങ്ങളുമായി അവർ വ്യാപാരത്തിൽ ഏർപ്പെട്ടതിൻ്റെയും അതിലൂടെ ഈ നഗരം എങ്ങനെയാണ് സമ്പന്നമായത് എന്നതിനെക്കുറിച്ചും ഒക്കെ നമ്മളോട് സവിസ്താരം പറഞ്ഞു തരികയാണ്. ഇവിടെയുള്ള ഒട്ടുമിക്ക കെട്ടിടങ്ങളും നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണെന്നും അവയൊക്കെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചതാണെന്നും വളരെയേറെ കാലപ്പഴക്കമുള്ളതാണെന്നും ഒക്കെയാണ് ടൂർ ഗൈഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഒപ്പം തന്നെ ഇവിടെ പണ്ടുകാലത്ത് ജീവിച്ചിരുന്ന അതിധനികനായ ഒരു വ്യാപാരിയുടെ വളരെ വിശാലമായ ഒരു ഗൃഹമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പുരാതനമായ ഗൃഹമെന്നും അത് ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനായി ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയിരിക്കുകയാണെന്നും അവിടെ നമുക്ക് സന്ദർശിക്കാനുണ്ടെന്നും ഒക്കെ ഈ ടൂർ ഗൈഡ് വളരെ വിസ്തരിച്ച് തന്നെ നമ്മെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഇവിടെയുള്ള വഴിയരികിലുള്ള ഓരോ മനോഹരമായ കാഴ്ചകളും കണ്ട് ജപ്പാൻ ബ്രിഡ്ജും കടന്ന് ചൈന ടൗണും കടന്ന് ഫ്രഞ്ച് കോളനിയും സന്ദർശിച്ച് നാം ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളും കണ്ട് അങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ ഇനിയും ധാരാളം കാഴ്ചകൾ ഇവിടെ കാണാനുണ്ടെന്നും ഈ കാഴ്ചകൾക്കും അതിനുശേഷം പഗോഡ സന്ദർശനത്തിനു ശേഷം നാം ചൈന ടൗൺ സന്ദർശിക്കാനുണ്ടെന്നും ചൈന ടൗണിൽ നിന്നും ധാരാളം ഷോപ്പിങ്ങിനുള്ള അവസരമുണ്ടെന്നും ഒക്കെ ടൂർ ഗൈഡ് നമ്മോട് പറഞ്ഞു തരികയാണ്. ഏതൊരു സിറ്റിയിലെത്തിയാലും അവിടുത്തെ ഒരു അവിഭാജ്യ ഘടകമാണ് ചൈന ടൗൺ എന്ന് പറയുന്നത്. കാരണം ഏതൊരു വസ്തുവും ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റും ഒക്കെ ഈ ചൈന ടൗണിൽ നിന്നും നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. വളരെ വിലക്കുറവിൽ തന്നെ ഈ വസ്തുക്കൾ ലഭിക്കുന്നത് കൊണ്ട് തന്നെ ചൈന ടൗൺ ഏതൊരു ഷോപ്പിംഗ് സെൻറ്ററിൻ്റെയും ഏറ്റവും പ്രധാന ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. അങ്ങനെ ടൂറിസ്റ്റ് ഗൈഡിൻ്റെ ഈ സവിസ്താരമായ വിവരണത്തിന് ശേഷം ഇപ്പോൾ നാം ഇവിടെയുള്ള ഏറ്റവും പുരാതനമായ പഗോഡയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരു പഗോഡ ആയതുകൊണ്ട് തന്നെ വളരെയേറെ കളർഫുള്ളായിട്ടുള്ള ചിത്രങ്ങളും രചനകളും ഉൾവശവും ഒക്കെയാണ് നാം ഈ പഗോഡയ്ക്കുള്ളിൽ കാണാൻ സാധിക്കുക. ഫോട്ടോയോ വീഡിയോയോ എടുക്കാൻ യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ സഞ്ചരിക്കുന്ന ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ എത്തുകയും ഈ മനോഹര ദൃശ്യങ്ങളെ എല്ലാം കണ്ട് ആസ്വദിക്കുകയും ഒപ്പം തന്നെ തങ്ങളുടെ ക്യാമറയിൽ വീഡിയോയായും ഫോട്ടോയായും എടുക്കുകയും ഒക്കെ ചെയ്യുകയാണ്. സഹയാത്രികരൊക്കെ ഇവിടെയുള്ള പെയിൻറ്റിങ്ങുകൾ കണ്ട് മുഖവിസ്മിതരായി അതേപ്പറ്റി ഉള്ള വർണ്ണനയിൽ മുഴുകിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഇവിടെയുള്ള അതിമനോഹരമായ കാഴ്ചകൾ എങ്ങും നടന്ന് ഓരോ ഇഞ്ചും കൃത്യമായി കണ്ട് ആസ്വദിച്ച് അതിൻ്റെ മനോഹാരിത ആസ്വദിക്കുകയാണ്. എങ്ങും
നിറപ്പകിട്ടാർന്ന കാഴ്ചകൾ മാത്രമാണ് നമുക്ക് ഈ പഗോഡയ്ക്കുള്ളിൽ കാണാനുള്ളത്. വിവിധ രാജ്യങ്ങളിൽ നിന്നും വിവിധ ദേശങ്ങളിൽ നിന്നും എത്തിയ വിവിധ പ്രായത്തിലുള്ള യാത്രികരെയും നമുക്കിവിടെ കാണാവുന്നതാണ്. എല്ലാവരും വളരെ നടന്ന് ഇവിടെയുള്ള മനോഹരമായ കാഴ്ചകൾ കാണുന്നതാണ് നമ്മെ വിസ്മയിപ്പിക്കുന്നത്. അങ്ങനെ ഈ പഗോഡയ്ക്കുള്ളിലെ മനോഹരമായ കാഴ്ചയും കണ്ട് നാം പുറത്ത് ഇറങ്ങുമ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചിരുന്നു. എങ്ങും ഇരുട്ട് പരന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് നമ്മുടെ ബസ് പാർക്ക് ചെയ്തിരിക്കുന്ന പാർക്കിംഗ് ബേയിലേക്ക് പോകണമെങ്കിൽ ഇവിടെ ഇവർ അതിനായി നമുക്ക് തരുന്ന ഈ ഇലക്ട്രിക് ബഗ്ഗിയിൽ വേണം നമുക്ക് അവിടേക്ക് സഞ്ചരിക്കാൻ. അങ്ങനെ ഈ ഹോയിയാൻ സിറ്റിയുടെ മനോഹരമായ കാഴ്ചകളും കണ്ട് അവിടെ നമ്മെ വിസ്മയിപ്പിക്കുന്ന അനേകം കാഴ്ചകളെ ക്യാമറയിലും വീഡിയോയിലുമൊക്കെ ആക്കി പകർത്തിയതിന് ശേഷം നാം നമ്മുടെ തിരികെ ഉള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ഈ ഇലക്ട്രിക് ബഗ്ഗികളിൽ. ഇനി തിരിച്ച് ബസ്സിലെത്തുകയും അവിടെ നിന്നും തിരികെ ഹോട്ടലിലേക്ക് യാത്ര ചെയ്യുകയും ഒപ്പം രാത്രി ഭക്ഷണവും നമ്മുടെ ഇന്ത്യൻ അറോമ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചതിന് ശേഷം രാത്രി ഹോട്ടലിലെത്തി വിശ്രമിച്ച് നാളെ ഈ വിയറ്റ്നാം എന്ന സംഭവത്തോട് യാത്ര പറഞ്ഞ് നമുക്ക് നമ്മുടെ വിയറ്റ്നാം യാത്ര അവസാനിപ്പിച്ച് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിയറ്റ്നാം യാത്രയുടെ അവസാനത്തെ കാഴ്ചയായ ഈ ഹോയിയാൻ സിറ്റി കണ്ട് വിയറ്റ്നാമിനോട് മനസ്സുകൊണ്ട് വിട പറഞ്ഞ് നാം ഹോട്ടലിലേക്ക് മടങ്ങുകയാണ്. നമ്മുടെ യാത്ര അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങാനായി.